നമസ്കാരം. ഈജിപ്തിലെ പിരമിഡുകൾ ഇന്നും ഒരു ലോകാത്ഭുതമായി തന്നെ അവശേഷിക്കുകയാണ്. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യരെങ്ങനെയാണ് ഇത്രയും കൂറ്റൻ നിർമ്മിതികൾ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഇപ്പോഴും അജ്ഞാതമാണ്. എന്നാൽ ഈയിടെ നടന്ന മറ്റൊരു ഗവേഷണ ഫലം നമ്മെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ്. ഈജിപ്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിരമിഡായ ഗിസയുടെ അടിഭാഗത്ത് എത്രയോ ആയിരം അടി താഴ്ചയിൽ വലിയ തോതിലുള്ള നിർമ്മിതികൾ കണ്ടെത്തി എന്നാണ് പറയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരമായി ഗവേഷണം നടക്കുകയാണ്. അങ്ങനെ അതിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഒരു ഗവേഷകനാണ് ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ മാസത്തിൽ തന്നെ ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഈ ഗിസ പിരമിഡിൻ്റെ അടിഭാഗത്ത് 3500ഓളം അടി താഴ്ചയിൽ വലിയ തോതിലുള്ള കൂറ്റൻ നിർമ്മിതികളാണ് തങ്ങൾ കണ്ടെത്തിയത് എന്നാണ്. അപ്പോൾ ഈ പിരമിഡുകളെക്കാൾ വലിയ നിർമ്മിതികൾ ഈ ഭൂമിക്കടിയിലും ഇതിൻ്റെ അടിയിലും അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു പുതിയ വാർത്തയാണ്. എന്നാൽ ഒരു വലിയ ഭാഗം ഗവേഷകർ ഇത് നിഷേധിക്കുകയാണ്, ഇത് തട്ടിപ്പാണ് എന്നും ഇത് AI സംവിധാനം ഉപയോഗിച്ച് നിർമ്മിച്ച ചില തെളിവുകൾ ഹാജരാക്കിയാണ് ഇവർ ഈ വാദം ഉന്നയിക്കുന്നത് എന്നുമാണ്. പക്ഷേ ഗവേഷകരാകട്ടെ അവർ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഈജിപ്ത് സർക്കാർ അനുവദിക്കുകയാണെങ്കിൽ അവർക്ക് ഇതിനുള്ളിലേക്ക് കടന്നു എന്ന് വേണമെങ്കിൽ ഗവേഷണം നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ അവർ അത്യന്താധുനിക യന്ത്ര സഹായത്തോടെ റഡാറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇറ്റലിയിൽ നിന്നുള്ള ഒരു വലിയ സംഘം ഗവേഷകരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ഇതിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന ഇറ്റലിക്കാരൻ തന്നെയായ ബയോണ്ടി എന്ന ഗവേഷകനാണ് ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് അവിടെ സ്ഥാപിച്ചിട്ടുള്ള റഡാറുകൾ വഴി ഭൂമിക്കടിയിൽ ഉള്ള ഈ വസ്തുക്കൾ, ഈ കൂറ്റൻ നിർമ്മിതികൾ തങ്ങൾ കണ്ടെത്തിയത് എന്നാണ് അവകാശപ്പെടുന്നത്. ആണ് 8ഓളം നിർമ്മിതികൾ 260 അടിയോളം നീളവും വീതിയുമൊക്കെ ഉള്ള വലിയ കൂറ്റൻ നിർമ്മിതികളാണ് ഇതിനടിയിൽ തങ്ങൾ കണ്ടെത്തിയത്. പക്ഷേ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ബയോണ്ടി ഉൾപ്പെടെയുള്ള ഗവേഷകർ അവകാശപ്പെടുന്നത് ഇത് മനുഷ്യനിർമ്മിതി തന്നെയാണ് എന്നാണ്. അതല്ലാതെ യാദർച്ഛയായിട്ട് അങ്ങനെ സംഭവിച്ചതല്ല, മനുഷ്യനിർമ്മിച്ചത് തന്നെയാണ്. കാരണം ഇതിൻ്റെ നിർമ്മിതിയിലെ പ്രത്യേകതകൾ, ഉപയോഗിച്ചിട്ടുള്ള ലോഹങ്ങളും മാത്രമല്ല സ്പൈറൽ ആകൃതിയിലുള്ള ഇതിൻ്റെ ചില തൂണുകളുമൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇത് മനുഷ്യനിർമ്മിച്ചത് തന്നെയാണ് എന്നാണ് ബയോണ്ടിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഗവേഷകരുമൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. 4 സ്വതന്ത്ര ഉപഗ്രഹ ഓപ്പറേറ്റർമാരായ ഉംബ്ര, കാപ്പല്ല സ്പേസ്, ICE, ഇറ്റലിയുടെ കോസ്മോ സ്കമേഡ് എന്നിവയെല്ലാം തന്നെ ഇതിനായി ഉപയോഗിച്ചിരുന്നു. ഇവയെല്ലാം തന്നെ ഒരേപോലെയാണ്, അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവയെല്ലാം തന്നെ ഒരേപോലെ തന്നെയാണ് ഈ ഭൂമിക്കടിയിലുള്ള നിർമ്മിതിയുടെ ചിത്രം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആധികാരികമാണ് എന്നും ആർക്ക് വേണമെങ്കിലും ഇക്കാര്യം പരിശോധിക്കാമെന്നുമാണ് ബയോണ്ടിയും അനുയായികളും അവകാശപ്പെടുന്നത്. സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഡോപ്ലർ ടോമോഗ്രഫി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇവർ ഈ ഭൂമിക്കടിയിലുള്ള ഈ കൂറ്റൻ നിർമ്മിതികൾ കണ്ടെത്തിയതെന്നാണ് ബയോണ്ടി പറയുന്നത്. എന്നാൽ ഈ യന്ത്ര സംവിധാനത്തെക്കുറിച്ചൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം. ഇത് ആധികാരികമായി തന്നെ ഉള്ള നിലവിലുള്ള ഒരു യന്ത്ര സംവിധാനം തന്നെയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഭൂമിക്കടിയിലുള്ള പല കാര്യങ്ങളും നമുക്ക് കണ്ടെത്താനും കഴിയും. പക്ഷേ എന്നാൽ ഇവരുടെ കണ്ടെത്തലുകളൊക്കെ തന്നെ തട്ടിപ്പാണ് എന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. അങ്ങനെ ഒരു നിർമ്മിതി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അവർ വാദിക്കുന്നത്. അന്നത്തെ കാലത്ത് ഇത്തരം കൂറ്റൻ പിരമിഡുകളൊക്കെ നിർമ്മിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ പോലും ഭൂമിക്കടിയിൽ ഇത്രയും സംവിധാനങ്ങളുള്ള ഒരു നിർമ്മിതി അവിടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഇതിനെ എതിർക്കുന്നവർ ഇപ്പോൾ വാദിക്കുന്നത്. ഇതിനെ എതിർക്കുന്നവർ പറയുന്നത് ഈ റഡാറുകൾക്ക് ഭൂമിക്കടിയിലേക്ക് ഒരു പരിധിക്കപ്പുറം കടന്നു എന്ന് കൃത്യമായിട്ട് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യം കണ്ടെത്താൻ കഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കണക്കൂട്ടലുകളും ഇവരുടെ ഈ നിഗമനങ്ങളുമൊക്കെ തന്നെ ശുദ്ധ അസംബന്ധമാണെന്നും ഇതിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് എന്നുമാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ ബയോണ്ടി സംഘമാകട്ടെ തങ്ങളുടെ നിലപാടുകൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കാമെന്നും അങ്ങനെ ഇതിൻ്റെ ആധികാരികത അവർക്ക് കൂടി ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നുമാണ് ഈ ഇറ്റാലിയൻ ഗവേഷക സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നത്. വടക്കൻ ഈജിപ്തിലെ നൈൽ നദിയുടെ തീരത്താണ് ഇത്തരത്തിലുള്ള ഈ പിരമിഡുകൾ ധാരാളമായി ഇപ്പോൾ കാണപ്പെടുന്നത്. ഇതിൽ ഏതാണ്ട് 3ഓളം പിരമിഡുകളുടെ നടുക്കായിട്ടാണ് ഈ ഒരു നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഭൂമിക്കടിയിൽ ഈ നമ്മൾ പുറമേ കാണുന്ന 3 പിരമിഡുകളുടെ നടുക്ക് ഭാഗത്തായിട്ടുള്ള മധ്യഭാഗത്തായിട്ടുള്ള ഭൂമിക്കടിയിൽ 3500 അടി താഴ്ചയിലാണ് ഈ നിർമ്മിതികൾ കാണപ്പെടുന്നതെന്നാണ് ഈ ഗവേഷകർ പറയുന്നത്. പക്ഷേ എന്നാൽ ഇത്രയും ആഴത്തിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാര്യം അക്കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയുകയില്ലായിരുന്നു എന്നാണ് ഇതിനെ എതിർക്കുന്നവർ ഇപ്പോഴും വാദിക്കുന്നത്.